ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിങ്ങളുടെ KGC നാൻഡ് ടെക്സ്റ്റിലെ പേജ് നമ്പർ 11.6 ഇല്ലസ്ട്രേഷൻ 1 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. Mr. Confucian started a small business with a capital of ₹30,000 on 1st April 2013. ഏപ്രിൽ 1, 2013 കൺഫ്യൂഷൻ 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു. ഓൺ 31st March 2014 ഹിസ് ക്യാപിറ്റൽ ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് ₹42,000. ആ വർഷം അവസാനമായപ്പോൾ, അതായത് 31 മാർച്ച് 2014 അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ 42,000 രൂപയാണ്. അപ്പൊ ഇതിന്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April 2013 തൊട്ട് 31st March 2014 ആണ്. During the year, he withdrew ₹8,000 for personal purpose and brought in ₹10,000 for additional capital. ആ വർഷം തൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കൺഫ്യൂഷൻ ഒരു 8,000 രൂപ ബിസിനസ്സിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്, വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡ്രോയിങ്സ് 8,000 കൂടാതെ അതിന് 10,000 രൂപ അഡീഷണൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുമുണ്ട്. അസർട്ടൈൻ ദി പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ആ വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ഒന്ന് അസർട്ടൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചു എങ്ങനെയാണ് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ ഇൻഫോർമേഷനും ഈ ക്വസ്റ്റിനകത്തുണ്ട്. അപ്പം നമുക്ക് നേരെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 30,000. ഇത് എന്ത് ക്യാപിറ്റലാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ആണ്. ഈ 42,000 എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണ്. 88,000 ആണ് ഡ്രോയിങ്സ്, അഡീഷണൽ ക്യാപിറ്റൽ 30,000. അപ്പം നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പം ക്യാപിറ്റൽ ആസ് ഓൺ 31st March 2014 അതിൽ സ്റ്റാർട്ട് ചെയ്യുക. അതെന്ന് പറയുന്നത് എത്രയാണ്? 42,000 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ആ വർഷം വിഡ്രോ ചെയ്ത എമൗണ്ട് ഉണ്ട് 8,000. അതെന്ന് പറയുന്നത് വിഡ്രോ ചെയ്യാതിരുന്നെങ്കിൽ അത് നമ്മുടെ ലാഭമായിട്ട് അവിടെ കടന്നേനല്ലേ. അപ്പോൾ ആ വിഡ്രോ ചെയ്ത എമൗണ്ട് ഈ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റലായിട്ട് ഒരു 10,000 കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അത് ക്യാപിറ്റലാണ്, അത് പ്രോഫിറ്റ് അല്ലല്ലോ. അപ്പം അതുകൊണ്ട് അഡീഷണൽ ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നത് എന്താണ്? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. അതായത് ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്ത് അഡീഷണൽ ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേര് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്നാണ്. അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ആയ 30,000 ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ പ്രോഫിറ്റും നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ലോസുമാണ്. അപ്പോൾ ഇവിടെ 40,000 നിന്ന് 30,000 മൈനസ് ചെയ്യുകയാണ്. അപ്പോൾ 10,000 ആണ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റാണ്. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 2 നോക്കാം. Mr. Incomplete started a small retail shop on 1st January 2014 with a capital of ₹25,000. 2014 ജനുവരി 1-ാം തീയതി ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്ന ആൾ ഒരു 25,000 രൂപയ്ക്ക് ബിസിനസ് ആരംഭിച്ചിട്ട് ചെറിയ റീറ്റെയിൽ ഷോപ്പ് ആരംഭിക്കുന്നു. അപ്പം ഇത് ബിസിനസ് ആരംഭിക്കുമ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതെന്ത് ക്യാപിറ്റലാണ്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. നെക്സ്റ്റ്, ഓൺ 31st December 2014 he had cash in hand ₹3,000, cash at bank ₹7,500, stock in trade ₹6,500, sundry debtors ₹12,000, furniture ₹6,000 and sundry creditors ₹5,000. 2014 ഡിസംബർ 31-ാം തീയതി, അതായത് ആ വർഷം അവസാനിച്ചപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അസറ്റ്സും ലയബിലിറ്റീസുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ക്ലോസിംഗ് ഡേറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസും. ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. അതിന് പകരം ക്ലോസിംഗിലെ അസറ്റ്സും ലയബിലിറ്റിയുമാണ് തന്നിരിക്കുന്നത്. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഇല്ല, പക്ഷേ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഇൻഫോർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ഒരു
ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയെന്നാൽ അതിൻ്റെ ബാലൻസിങ് ഫിഗറാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഡ്യൂറിംഗ് ദ ഇയർ ഹി വിഡ്രൂ ₹6,000 ഫോർ പേഴ്സണൽ പർപ്പസ് ആൻഡ് ബ്രോട്ട് ഇൻ ₹2,000 ഫ്രം പ്രൈവറ്റ് പ്രോപ്പർട്ടി. ആ വർഷം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഒരു 6,000 രൂപ വിഡ്രോ ചെയ്തു. അതെന്ന് പറയുന്നത് ഡ്രോയിങ്സ് ആണ്. ആൻഡ് ബ്രോട്ട് ഇൻ ₹2,000 ഫ്രം പ്രൈവറ്റ് പ്രോപ്പർട്ടി. തൻ്റെ സ്വകാര്യ സ്വത്തിൽ നിന്ന് ഒരു 2,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഈ കൊണ്ടുവന്ന 2,000 എന്ന് പറയുന്നത് എന്താ? അദ്ദേഹം തൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റലാണ്, അല്ലെ? ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതാണ്. അതെന്ന് പറയുന്നത് എന്താണ്? അഡീഷണൽ ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് വീണ്ടും ക്യാപിറ്റൽ കൊണ്ടുവന്നതാണ്. Ascertain the profit or loss of Mr. Incomplete for the year ended 31st December 2014. ആ വർഷം ഈ മിസ്റ്റർ ഇൻകംപ്ലീറ്റിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിനകത്ത് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ഡേറ്റിലെ ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് തയ്യാറാക്കേണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ്. ക്ലോസിംഗ് ഡേറ്റിലെ പാസ് ഓൺ 31st December 2014. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പറഞ്ഞാൽ അസറ്റ്സിന്റെ ലയബിലിറ്റീസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ബാലൻസ് ഷീറ്റ് പോലെ തന്നെ, എന്നാൽ ബാലൻസ് ഷീറ്റ് അല്ല. അപ്പൊ അസറ്റ്സ് എല്ലാം അസറ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്യുക, ലയബിലിറ്റീസ് എല്ലാം ലയബിലിറ്റി സൈഡിൽ ലിസ്റ്റ് ചെയ്യുക. അസറ്റ്സിൽ നിന്ന് ലയബിലിറ്റി കുറച്ചാലാണ് കിട്ടുന്നതാണ് ക്യാപിറ്റൽ എന്നറിയാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, അതേ എമൗണ്ട് തന്നെ ഇങ്ങോട്ട് എഴുതി അതിൽ നിന്ന് ലയബിലിറ്റിയുടെ എമൗണ്ട് ഡിഡക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അതായത് ബാലൻസിങ് ഫിഗർ ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് ആണ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് അസറ്റ് ആണ്, സൺട്രി ഡെറ്റർ അസറ്റ് ആണ്, ഫർണിച്ചർ അസറ്റ് ആണ്. അപ്പൊ ഇത്രയുമാണ് അസറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി ഒരു ലയബിലിറ്റി ഉണ്ട്, സൺട്രി ക്രെഡിറ്റർ, അത് ലയബിലിറ്റി സൈഡിൽ എഴുതുന്നു. ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 35,000 വരും. അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. അതിൽ നിന്ന് ഈ സൺട്രി ക്രെഡിറ്റർ കുറയ്ക്കുമ്പോഴുള്ള ബാലൻസിങ് ഫിഗർ ആണ് ഈ ക്യാപിറ്റൽ. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതാണ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഇത് ബാലൻസ് ചെയ്യുമ്പോൾ, അതായത് ഈ 35,000 നിന്ന് ഈ 5,000 കുറച്ചിട്ട് വരുന്ന ബാലൻസിങ് ഫിഗർ ആണ് ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ BF കൂടി ഒന്ന് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടി. ഇപ്പം എല്ലാ ഐറ്റവും കിട്ടിയല്ലോ. അപ്പൊ നമുക്കിനി എന്ത് തയ്യാറാക്കാം? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അറിയാം, ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ് ബേസ് എന്ന് പറയുന്നത്. അപ്പം ക്ലോസിംഗ് ക്യാപിറ്റൽ എടുക്കുക. ആദ്യം ക്യാപിറ്റൽ ആസ് ഓൺ 31st December 2014. ഇവിടെ കണ്ടുപിടിച്ച 30,000. ആ 30,000ന്റെ കൂടെ ആ വർഷത്തെ ഡ്രോയിങ്സ് മുഴുവൻ ആഡ് ചെയ്യുക. ഇവിടെ ഡ്രോയിങ്സ് വരുന്ന ഇവിടെ തന്നിട്ടുണ്ട് 6,000 ആണ്. അപ്പൊ ഡ്രോയിങ്സ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ഇവിടെ 2,000 കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു? ഡിഡക്ട് ചെയ്യുന്നു. അപ്പം കിട്ടുന്നത് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. 34,000 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ ഡിഡക്ട് ചെയ്യുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 25,000 ആണ്. അപ്പൊ 34,000 നിന്ന് 25,000 ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട്, ഇപ്പോൾ ഇവിടെ 34,000 നിന്ന് 25,000 അപ്പൊ എത്രയാണ്? പ്ലസ് 9,000 ആണ്. അതായത് ഇവിടെ എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ ആ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 9,000. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ മാത്രം കണ്ടുപിടിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമ്മളൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫെയർ തയ്യാറാക്കണം. അപ്പൊ ആ ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസും നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.